ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നൊരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഇത് എംപ്രസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് വാൻഡ്സ്, അതുപോലെ തന്നെ ദ എംപറർ കാർഡ്. ഓക്കെ, ഫൈവ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫൈവ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ദ ഫൂൾ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ടെൻ ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ, സിക്സ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഹാങ്ഡ് മാൻ്റെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് സോർഡ്സ്, രണ്ട് കാർഡുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വ്യക്തി വളരെ ഒരു സൈലന്റ് ആയിട്ട് ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയിലാണെന്ന് പറയാൻ പറ്റും. അവര് ഫീലിങ്സ് ഇല്ലാത്ത ഒരു വ്യക്തിയല്ല, പക്ഷെ ഇമോഷൻസ് തുറന്നു കാണിക്കുന്നതിന് പകരം എല്ലാം മനസ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഹാൻഡ് മാൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റക്ക് എനർജിയും കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡിലേ ആകുന്നത് പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ ഇവർ ലൈഫിൽ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുകൾ അവർ സാക്രിഫൈസ് ചെയ്ത് നിർത്തുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നൊരു ഇന്നറിൽ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കിങ് ഓഫ് സോർഡ്സ് കാരണം അവർക്ക് പുറത്ത് വളരെ ഒരു കൂളാണ്, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് അവരെ കാണുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷെ അല്ലെങ്കിൽ അവർ അങ്ങനെ അഭിനയിക്കുന്നതുമാകാം. പക്ഷെ ഉള്ളിൽ എല്ലാം ഡീപ്ലി അവർ ചിന്തിക്കുന്നുണ്ട്. ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഇമോഷൻസ് ഈസി ആയിട്ട് പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനും പറ്റുന്നത്. അപ്പൊ അവര് നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ദ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജിയും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളെ വളരെ ഒരു ഉയർന്ന വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അവരുടെ കണ്ണിൽ നിങ്ങൾ വളരെയധികം കെയറിങ് ഒക്കെ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒത്തിരി സ്നേഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷണലി നല്ല രീതിയിൽ മെച്യൂർ ആയിട്ട് പക്വതയുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ അവർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ കംഫോർട്ടിങ്, മറ്റുള്ളവർക്ക് കംഫോർട്ട് കൊടുക്കുന്ന, കംഫോർട്ട് സോണിലാക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ജെന്യുവൻ ആയിട്ടുള്ള ഹാർട്ടുള്ള ഒരാളാണ് എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടറും ബിഹേവിയറും ഒക്കെയാണ് അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഒരു വിശ്വാസം. പിന്നെ അത് തന്നെയായിരിക്കാം ചിലപ്പോൾ സത്യവും. പിന്നെ എംപ്രസ് കാർഡ് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു എനർജി കാരണം നിങ്ങളെന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ കാണുന്നില്ല. അതായത് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ടൊരു വ്യക്തിയോ അവരുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം
നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ് നിങ്ങളോടുണ്ട്. ഇപ്പൊ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഇമോഷണൽ പീസ് ഉണ്ടാകും. അതായത് അവരിപ്പോ ഭയങ്കര ഹറിബറിയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഒത്തിരി വിഷമിക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊന്ന് റിലാക്സ് ആകാനായിട്ട് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പോൾ അവർ കുറച്ചൊരു ഇമോഷണൽ പീസ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫ്റ്റ്നെസ്, ആ ഒരു സോഫ്റ്റ്നെസ്, കംഫോർട്ട്, ആ ഒരു ജെന്യുവൻ ലവ്, ഇതൊക്കെ അവർക്ക് ആ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം പിന്നെ നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ തിരികെ വരാനായിട്ട് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തിരികെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏസ് ഓഫ് കപ്സ്, അതുപോലെ പേജ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഇത്രയും കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വളരെ ഒരു പവർഫുൾ കംബാക്ക് കോമ്പിനേഷൻ ആണ്. ഈ കപ്സിന്റെ എല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്. അപ്പൊ കപ്സുകളാണ് മൊത്തം വന്നിട്ട് വളരെ ഒരു കംബാക്ക് എനർജി കാണിക്കുന്ന കോമ്പിനേഷൻ കാർഡുകളാണിത്. പവർഫുൾ ആയിട്ടുള്ള ഒരു കംബാക്ക്. അപ്പം ഏസ് ഓഫ് കപ്സിലേക്ക് പോവുകയാണെങ്കിൽ പുതിയൊരു ഇമോഷണൽ ബിഗിനിങ്ങിന്റെ ഒരു കാർഡ് തന്നെയാണ് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു റീസ്റ്റാർട്ട്, ഒരു പുതിയ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഫീലിങ്സുകൾ കംപ്ലീറ്റ്ലി നിങ്ങളെ കുറിച്ചുള്ള ഫീലിങ്സുകൾ അവർ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അത് ഏസ് ഓഫ് കപ്സിന്റെ തൊട്ട് താഴെ തന്നെ പേജ് ഓഫ് കപ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എനർജി ആണ്. ഒരു മെസ്സേജ്, ഒരു അപ്പോളജി പറയാനായിട്ട് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മെസ്സേജ് ചെയ്യുകയോ അപ്പോളജി ആയിട്ട് വരികയോ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഓപ്പണിംഗ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇൻഡയറക്റ്റ് അപ്രോച്ച്, നിങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ വഴിയോ ഫാമിലി വഴിയോ ഒക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വഴിയിലൊക്കെ വരാനുള്ള ചാൻസസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ള 6 ഓഫ് കപ്സ് ആണ്. ഇതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഒരു നൊസ്റ്റാൾജിയ കാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ വ്യക്തി പഴയ ആ ഒരു മെമ്മറീസ് വളരെ ഓർക്കുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു മൂമെന്റ്സ്, ആ ഒരു പഴയ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ പഴയ ചാറ്റുകളൊക്കെ എടുത്തു നോക്കുക, ആ ഇമോഷണൽ ബോണ്ട് അവർക്ക് അത് ഫീൽ ചെയ്യാണ് അവർ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങനെ ലൈവായിട്ട് തന്നെ നിൽക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ കുറിച്ച് മറന്നു പോയിട്ടില്ല. ഇനി ഒരിക്കലും അവർ നിങ്ങളെ മറക്കുകയുമില്ല. ആ ഒരു ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ ലൈവായിട്ട് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 10 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റും. ഇതൊരു ലോങ് ടൈം ഇമോഷണൽ ഫുൾഫിൽമെന്റിന്റെ ഒരു കാർഡാണ്. അതായത് നിങ്ങളുമായിട്ട് വീണ്ടും ഇമോഷണൽ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്, സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ്. പിന്നെ ഇവരെ എന്താണ് ഇവരിപ്പം തിരികെ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ തിരികെ വരാത്തത്, എന്താണ് അവരെ ഹോൾഡ് ബാക്ക് ചെയ്ത് നിർത്തുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് പെന്റക്കിൾസ് കാണുന്നുണ്ട്, അതുപോലെ 4 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഒരു മെയിൻ ബ്ലോക്കേജ് നമുക്ക് കാണുന്നത്. ഒരു റിജക്ഷൻ ഫിയർ അവർക്കുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ തന്നെയായിരിക്കാം ഇങ്ങനെ നമുക്കൊരു ഡിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്കേജ് നമ്മുടെ ഇടയിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചവരായിരിക്കാം. അവർ തന്നെ ആയിരിക്കാം ഫസ്റ്റ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചില ആളുകളാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇത്രക്കാരിയാണ് അത്രക്കാരിയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ഇത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്തിട്ട് ആ ഒരു സമയത്തെ ആ ഒരു ഫീലിങ്സ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഈഗോ ക്ലാഷ് ആകാം, വഴക്കുകളാകാം, അതിൻ്റെ ഇടയ്ക്ക് ഇത്ര പ്രശ്നങ്ങൾ അതൊക്കെ വന്ന് അങ്ങനെ ഒരു റിജക്ഷൻ തന്നിട്ട് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നവർ പേടിക്കുന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു തോന്നൽ അവർക്ക് തോന്നുകയാണ്. ഇനി എനിക്ക് ആരും ഇല്ല, ആ ഒരു പേഴ്സൺ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, അവരെ ഞാനാണെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഇനി അവരെ എനിക്ക് കിട്ടുകയുമില്ല. അവിടെ ആ ഒരു വ്യക്തി മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ, ചിലപ്പോൾ അവരുടെ ചുറ്റും ഇഷ്ടംമാതിരി ആളുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും അവർ ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്കൊരു ഫീലിങ്സ് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്, ഞാൻ ഇത്രയും നല്ലൊരു പേഴ്സണെയാണല്ലോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നോർത്തിട്ട്. അപ്പോൾ ഞാനിനി ചിലരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോകും.
ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരാഴ്ച ഇങ്ങനെ പോട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആകാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ ചിന്തിക്കും. അതൊരു 2 വീക്സ് ആവും, 3 വീക്സ് ആവും, 1 മന്ത്, അങ്ങനെ 6 മന്ത്, അങ്ങനെ അങ്ങ് ലോങ് ടൈമിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ വീണ്ടെടുക്കാനായിട്ട് ഒത്തിരി പാടായിരിക്കും. പിന്നീട് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടാൽ കൂടി നമ്മൾ കുറേ നാൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന് കഴിയുമ്പോൾ നമുക്കത് സംസാരിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് അത് പ്രശ്നമില്ല കേട്ടോ, പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷൻ അതേ ഒരു വൈബിൽ പിടിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷെ കൂടുതലും ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാപ്പ് അതിൽ വന്നു കഴിയുമ്പോൾ ആ ഗ്യാപ്പ് പിന്നെ വലിയ ഗ്യാപ്പായി മാറുകയും പിന്നീട് ഒത്തിരി ലേറ്റ് ആയി പോയോ എന്നൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഇവിടെ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ബ്ലോക്ക് ആയിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വരുന്നത് 4 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡാണ്. ആ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 4 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡ് ഇവിടെ കുറച്ച് ഈഗോ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇമോഷൻസ് എല്ലാം ഒരു ഒതുക്കി പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈഗോ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ട്. അപ്പൊ അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫീലിങ്സുകൾ കാണിക്കാനായിട്ട് അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെടാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഒരു മൂവ് എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്കൊരു ആ ഒരു പ്രശ്നമാണ് അവർക്ക്. ഞാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനായിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോയതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എങ്ങനെ ഇതിലേക്ക് വരും, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു എനർജി. അതുകൊണ്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുമ്പോഴും അത് ഓപ്പൺലി പറയാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഫുൾ കാർഡ് കാണാൻ വരുന്നുണ്ട്. ഫുൾ കാർഡ് ഉണ്ട്, അതുപോലെ 6 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്, എംപറർ കാർഡ്. ഇത്രയും കാർഡുകളാണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കോമ്പിനേഷൻ, ഫുൾ കാർഡ് അതുപോലെ 6 ഓഫ് വാൻസ് അതുപോലെ തന്നെ എംപറർ കാർഡ്, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്യൂച്ചർ കംബാക്ക് പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട്, ആ ഒരു എനർജിയാണ് കൊടുക്കുന്നത്. ഒരു പുതിയ തുടക്കം പോസിബിൾ ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു കാർഡാണിത്. അപ്പോൾ ഒരു പുതിയ തുടക്കത്തിനുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തിരികെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുൾ കാർഡിലൂടെ യൂണിവേഴ്സ് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്, പുതിയൊരു തുടക്കം പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു വിക്ടറി അല്ലെങ്കിൽ റീകൺസിലേഷൻ, അറ്റൻഷൻ കാർഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അവർ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസരമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും അവരെയും സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ഇതൊരു സക്സസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിക്ടറി തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റീകൺസിലേഷൻ, വീണ്ടും തിരിച്ചു വന്ന് ഒരുമിച്ച് ചേരാനുള്ള ഒരു ചാൻസസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു കാർഡിലൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എംപറർ കാർഡാണ്. ഈ ഒരു എംപറർ കാർഡ് ഈ വ്യക്തി വളരെ ഒരു സ്റ്റേബിൾ ആയിട്ട് കൺട്രോൾഡ് രീതിയിൽ കംബാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും നാള് ഇവർക്കൊരു ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും അവർക്ക് ഒരു ഡിസിഷൻ എടുക്കും, നിങ്ങളിലേക്ക് വരണം എന്ന് അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, അതങ്ങനെയൊക്കെ വന്നു പോയതല്ലേ, ഇനിയിപ്പോൾ രണ്ടാമത് അങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ ഇങ്ങനെ പോകണോ എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അവരൊന്ന് പേടി കാരണോ റിജക്ഷൻ പേടി കാരണോ ഒക്കെ ഒന്ന് ബാക്കിലേക്ക് മാറും. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞു പോകും. പിന്നെ വീണ്ടും അവർക്ക് ആ ഒരു സ്നേഹം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് കയറി വരുമ്പോൾ അവർ വീണ്ടും അങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എംപറർ കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ വ്യക്തി വളരെ സ്റ്റേബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കംബാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കണം എന്ന രീതിയിൽ ഡിസിഷൻ എടുക്കുന്ന വ്യക്തികളില്ല, ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട്. പക്ഷെ കംബാക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്ലോ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആദ്യം ഒന്ന് ഒബ്സർവ് ഒക്കെ ചെയ്യാം, അതിനുശേഷം റിയാക്ഷൻസ് നോക്കാം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ റീഡിംഗ് പ്രകാരം ഈ ഒരു കണക്ഷൻ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിനുള്ളിലും ആ ഒരു പേഴ്സന്റെ മനസ്സിനുള്ളിലും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു വൈബ്, എനർജി വൈബ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഫീലിങ്സുകൾ ഇപ്പോഴും വളരെ ലൈവായിട്ട് അവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ ഇമോഷണലി വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കംബാക്ക് പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് ഫുൾ കാർഡിലൂടെ പറഞ്ഞു തരുന്നുണ്ട് യൂണിവേഴ്സ്. എസ്പെഷ്യലി ഇമോഷണൽ റീകൺസിലേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ റീകണക്ഷൻ
വളരെ കാർഡുകളിലൂടെ നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട്, ആ ഒരു എനർജി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 6 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഈ ഒരു കോമ്പിനേഷൻ സോൾമേറ്റ് ആൻഡ് കാർമിക് പുള്ള് പോലെയുള്ള ഒരു എനർജിയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഫീലിങ്സ് ഉണ്ട്, ഈ ഒരു വ്യക്തിയെ ഞാൻ പൂർണ്ണമായും മറക്കാനായിട്ട് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഈ റീഡിങ്ങിന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്. ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായിട്ട് മറക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ എടുത്ത് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മളോട് നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ യു ആർ മൈ ഹാപ്പിനെസ് എന്നാണ് അവർ പറയുന്നത്. അതായത് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, നിങ്ങളോട് ഒത്തിരി ഫീലിങ്സുകൾ അവർക്കുണ്ട്, പക്ഷെ അവരതെല്ലാം മറച്ചു പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് മറച്ചു പിടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ്, ഒരു കണ്ടീഷനും ഇല്ലാതെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. നിങ്ങളില്ല എങ്കിൽ അവർ വെറും ഒരു ശൂന്യമാണ് അവരെന്ന് പറയുന്നു. ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. കുറേ സത്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അവർ മറച്ചു വെച്ച കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, ഈ ഒരു നിങ്ങളെ കിട്ടിയത് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ലക്കായിട്ട് അവർ കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ. അതുപോലെ തന്നെ നിങ്ങളെ ഇനി മീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും അവർ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഒത്തിരി സ്നേഹിക്കുന്നു, ലവ് യു എന്നുള്ളൊരു കാര്യം കൂടി അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സോൾ മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. Clues related to this reading. Okay, clues related to this reading. Okay, 1986 എന്ന് പറയുന്ന വർഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, മാർച്ച് മന്ത്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളായിരിക്കാം. 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 29 കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 51 കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 31 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1996 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. നാളെ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ക്ലൂ. നമ്പർ 28 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം. മെയ് മന്ത് ഒരു പോസിബിലിറ്റിയാണ്. ഗെയിമിംഗ് ഒക്കെ കളിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1983 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് സീക്സ്, റൈറ്റ് സൈഡിൽ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള സംസാരപ്രിയരായിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പർപ്പിൾ കളറായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.